ഹായ് ഹലോ ഐ എം മുഫ്സില. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ദിവസവും അരങ്ങേറുന്ന ഒരു നാടകത്തെക്കുറിച്ചാണ്. അതായത് കുട്ടികളുടെ ദേഷ്യം. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇത്രയും ദേഷ്യം എവിടെ നിന്ന് വന്നു? സത്യത്തിൽ ദേഷ്യം എന്നത് ഒരു സെക്കൻഡറി ഇമോഷനാണ്. കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ ഒന്നും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ട് അവരെ അത് ദേഷ്യത്തിലൂടെ പുറത്തെടുക്കും. ഈ പാക്കിംഗ് തിരക്കുകൾക്കിടയിലും ഞാൻ എൻ്റെ മക്കളെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ്. അവർ ബഹളം വെക്കുന്നതും അഴികൂടുന്നതും ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ആ ഒരു ആകുലതകളുണ്ടല്ലോ അത് പുറത്തു കാണിക്കാനാണ്. ഇവിടെയാണ് നമ്മൾ ഉമ്മമാരുടെ ആ ഒരു ഷെയറിങ്ങിലൊക്കെ വരുന്നത്. അതായത് പാരൻറ്റിങ്ങിലെ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ, എ ഡിസ്റെഗുലേറ്റഡ് അഡൽട്ട് കനോട്ട് റെഗുലേറ്റ് എ ഡിസ്റെഗുലേറ്റഡ് ചൈൽഡ്. അതായത് നമ്മൾ ശാന്തമല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ശാന്തമാക്കാൻ നമുക്ക് കഴിയൂല. ഉമ്മമാരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടല്ലോ, അതൊരു ആഡംബരമല്ല, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ഓടും. പക്ഷേ ഓർക്കേണ്ടത്, ഒരു ശൂന്യമായ ഒരു എംപ്റ്റി പാത്രത്തിൽ നിന്ന് ആർക്കും ഒന്നും സെർവ് ചെയ്യാൻ കഴിയൂല, വിളമ്പാൻ കഴിയൂല. നമ്മൾ തളർന്നിരിക്കുമ്പോൾ, ഉറക്കമില്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തിരക്കിലും മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുമ്പോൾ കുട്ടികൾ ഒന്ന് ഉറക്കി കരഞ്ഞാൽ പോലും നമ്മൾക്ക് ദേഷ്യം വരും. അത് നമ്മൾ മോശം ഉമ്മ ആയതുകൊണ്ടുമല്ല, നമ്മുടെ ആ ഒരു സഹനശേഷി കുറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് സ്വയം സ്നേഹിക്കുക. സെൽഫ് ലവ് എന്നത് സ്വാർത്ഥതയല്ല, സെൽഫിഷ് അല്ല, അത് പാരൻറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനി നമുക്ക് കുട്ടികളുടെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സാണിത്. ഫസ്റ്റ് വൺ, പോസ് ബിഫോർ റിയാക്ടിങ്. കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ ഉടനെ പ്രതികരിക്കരുത്. ഒരു 10 സെക്കൻഡ് ബ്രീത്തൊക്കെ ചെയ്ത് ആ ഒരു ദേഷ്യം അങ്ങോട്ട് ഹൈപ്പിലെത്തുന്നത് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. പോസ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറയും. അതായത് ഫസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ പ്രതികരിക്കുക. സെക്കൻഡ്, വാലിഡേഷൻ, അംഗീകാരം കൊടുക്കുക. നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടല്ലേ, നമുക്ക് മനസ്സിലാവും എന്ന് പറയാം. അവരുടെ വികാരം, അവരുടെ ഇമോഷൻസ് ശരിയാണെന്ന് അവർക്ക് തോന്നണം. ഇനി തേർഡ്, ദ ഗസ്റ്റ് കിഡ് അപ്രോച്ച്. എൻ്റെ പാരൻറ്റിങ് പ്രോഗ്രാംസിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒന്നാണിത്. നിങ്ങൾ മക്കളെ ഒരു ഗസ്റ്റിനെ പോലെ ആ ഒരു റെസ്പെക്റ്റോടെ കണ്ടു നോക്കൂ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനോട് ഒരിക്കലും ദേഷ്യപ്പെടില്ലല്ലോ. അവർക്ക് വേണ്ടതൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യൂലേ? അങ്ങനെ ആ ഒരു റെസ്പെക്റ്റ്, ആ ഒരു ബഹുമാനം കുട്ടികളിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും. നെക്സ്റ്റ്, ഫിസിക്കൽ കണക്ഷൻ. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അവർക്ക് വേണ്ടത് ഒരു ഹഗ് ചെയ്യലോ കിസ്സോ ഒക്കെ ആയിരിക്കും. അത് സേഫ് ഹഗ്ഗായിരിക്കും വേണ്ടത്. അത് അവരുടെ ആ ഒരു ബ്രെയിനിലെ സ്ട്രെസ് ഹോർമോണിനെ കുറക്കാനും സഹായിക്കും. അപ്പോൾ നമ്മളൊരു കിസ്സും ഹഗ്ഗൊക്കെ മടിയില്ലാതെ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ആണ് സെറ്റ് ബൗണ്ടറീസ്. ഇമോഷൻസിനെ അംഗീകരിക്കുക, പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അംഗീകരിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് ഓക്കെയാണ്, പക്ഷേ നമ്മളെ വേദനിപ്പിക്കലോ അടിക്കുന്നതോ ഒന്നും അനുവദിക്കില്ല എന്ന് അത് ഉറപ്പിച്ച് പറയാം. ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ലൈഫിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് തിരിച്ചറിവുകളുണ്ട്. പാരൻറ്റിങ് എന്നത് കുട്ടികളെ മാറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ തന്നെ മാറ്റുന്ന ഒരു ജേണിയാണ്. എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തനിച്ചല്ല. നമ്മളെല്ലാവരും ഈ ഒരു യാത്രയിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ സ്നേഹം തന്നെയാണ് എല്ലാ മാറ്റത്തിൻ്റെയും അടിസ്ഥാനം. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. കൂടുതൽ കരുത്തുള്ള, സമാധാനമുള്ള ഒരു ഉമ്മയാകാൻ നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. പിന്നെ വെറും 500 രൂപയ്ക്ക് നിങ്ങളുടെ കുട്ടിക്ക് നൽകാൻ പറ്റുന്ന വലിയൊരു ഗിഫ്റ്റായിരിക്കും എൻ്റെ 90 ഡേയ്സ് വാട്സപ്പ് ചലഞ്ച്. ഡെയിലി നിങ്ങൾക്ക് മോർണിംഗ് ഒരു ടാസ്ക് തരും. എന്നിട്ട് അത് നിങ്ങൾ 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തു പോരുന്ന ഒരു
കോഴ്സാണിത്. അത് കോഴ്സെന്ന് പറയാൻ പറ്റൂല, നിങ്ങളുടെ പാരൻറ്റിങ്ങിലേക്കുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളെ മക്കൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റ ID കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. അതല്ലെങ്കിൽ ഇൻസ്റ്റ ഇല്ലാത്തവരാണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാ അത് ഏപ്രിൽ 15 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ എന്നെ കണക്ട് ചെയ്യുക.